മണിക്ക് നമ്മൾ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. 6 മണി ആയില്ലല്ലോ. 6 മണിയായി. ഇപ്പൊ നോക്കി 6:01 പിന്നെ ഇച്ചുന്റെ 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോവല്. പിന്നെ ഞാൻ അതുകൊണ്ട് അടിപാടി ചെയ്ത്. ഇതാണ് ഇന്നലെ ഒരു ചെറിയ കുത്തായിരുന്നു. അത് ഞാൻ മാന്തി 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 ഇത്രയും വലുതാക്കി. ഇച്ച് പറയണില്ലേ ഞാൻ എന്റെ മുഖത്ത് എന്നെ ഒന്നും ചെയ്യണില്ലെന്ന് കണ്ട. മുടിയൊന്നും ഞാൻ കെട്ടിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി. എവിടേക്ക് പോണേ നമ്മള്? വാൽപ്പാറ. ഇന്നലെ ഞാൻ അവന് അതേ രാത്രി സ്റ്റാറ്റസ് ഇട്ടില്ലേ ജിസ്വി. അപ്പൊ അവന് മെസ്സേജ് അയച്ചു ഞങ്ങ പോകുമ്പോ ഇങ്ങനെയല്ലെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞേ. അപ്പൊ അവൻ പറഞ്ഞു പൊള്ളാച്ചി തിരിച്ചു വരെ ആ വഴി തിരിച്ചു വരണമെന്ന്. അപ്പോഴാണ് ശരിക്കും കാണാൻ കിട്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ഇങ്ങനെ അതിരപ്പള്ളി ആ റൂട്ടിൽ കൂടെ പോയിട്ട് ഈ റൂട്ടിൽ കൂടെ വരാന്ന് ഉദ്ദേശിക്കുന്ന. അപ്പൊ അവൻ പറഞ്ഞു അങ്ങനെയാ പോണ്ടേന്ന് പറഞ്ഞു. ഞാൻ പണ്ട് പൊള്ളാച്ചി ബൈക്കിന് പോയപ്പേ തലയില് 2 കുത്ത്, പൊട്ടിന്റെ കുത്ത്, കുരുവിന്റെ കുത്ത്. അത് ബൈക്കിനില്ലേ 8 മണിക്ക് ഞാൻ വീട്ടിലെത്തി. വീട്ടില് പരിപാടിയായിരുന്നു അത്. പക്ഷെ ഞാൻ അന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങി. പണ്ട് പിന്നെ ഭയങ്കര സ്പീഡ് കാരണല്ലേ ബൈക്കിന്. കൂട്ടുകാരന് 8 മണി ലാസ്റ്റ് ബസ് ചാലിക്കോട്ട് പിടിക്കണം. പൊള്ളാച്ചിന്ന് തൊട്ട് തൃശ്ശൂർക്ക് എത്തിച്ചത് 3 ദൂരം തന്നെയായിരുന്നു. ബൈക്കില് പെട്രോൾ വരെ തീർന്നു. അത്രയും പെട്രോൾ അടിച്ചിട്ടേ നമ്മളിപ്പോ 5 ലിറ്റർ ചിത്ര വരെ പോകുന്ന അറിയാലോ. ഞാൻ അങ്ങനെ അടിച്ചിട്ട് ഫുൾ കത്തിക്കലായിരുന്നു. ഞാൻ നോക്കിയപ്പോ വണ്ടി നിന്നു. പെട്രോൾ ഫുള്ള് തീർന്നു. കറക്റ്റ് പെട്രോൾ തീർന്നാലും കുഴപ്പമില്ല. നേരെ അടുത്ത പെട്രോൾ അടിച്ചിട്ട് വീണ്ടും പെട്ടെന്ന് തൃശ്ശൂരിന്ന് ചാലക്കുടിക്ക് എത്തിച്ചത് 15 മിനിറ്റ് എത്തിച്ചു. നമ്മ സംസാരിച്ചോണ്ടിരുന്നപ്പോ എന്നെ നേരം വെളുത്തു. ഞാൻ തുടങ്ങിയപ്പോ ഒരു ഇഷ്ടായിരുന്നു. 2 മിനിറ്റിൽ നേരം വെളുത്തു. ചെറുതായിട്ട് വെളിച്ചം വന്നുള്ളൂ. 6 മണിയായപ്പോഴേക്കും 6:10 ചായ കുടിക്കും. ചാലക്കുടി എത്തിപ്പിക്കും. ഇതാണ് ഗോപുരം. ഇത് ഞാൻ പണ്ട് ഇവിടെ ചാലക്കുടി ഇവിടെ കാപ്പി കുടിക്കണം. നല്ല ഇവിടെ ഭയങ്കര ഇവിടുത്തെ കടി ഭയങ്കര ഫേമസാണ്. ഇവിടെ കേട്ടിട്ടുണ്ടോ? ഞാൻ നമ്മളിങ്ങനെ പോകുമ്പോ എപ്പോഴും ഈ കടയ്ക്ക് നോക്കും. കാരണം ഇവിടെ നല്ല തിരക്കല്ലേ. ഇങ്ങനെ തിരക്കില്ലാണ്ട് ഈ നേരത്തെ കാണുന്നത്. പിന്നെ കുറെ കാലം പൊടിച്ച് പണിയെടുക്കാൻ വേണ്ടി പൊടിച്ചു. ഈ ബാക്കിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. സോ ഗൈസ് 6 മണിക്ക് ഇറങ്ങിയിട്ട് 6:30 ഞങ്ങൾ ചായ കുടിക്കാൻ സ്റ്റോപ്പ് ചെയ്തു. ചാലക്കുടിയില് ഒന്ന് കുറച്ചെങ്കിലും വണ്ടി ഓടിച്ചോടിച്ചു. ചായ ഞാൻ ചോദിച്ചു. അപ്പൊ നീ വേണമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തു. നീ വേണ്ടെന്ന് പറഞ്ഞാൽ വേറെ കട പോയി കുടിച്ചാലേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുടിച്ചാൽ ഇനി ഫുഡ് കഴിക്കാൻ വേറെ കട കയറണം. തെങ്ങ് ചതിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും. എനിക്കൂടെ ഓർമ്മയുണ്ട് നമ്മളിവിടെ ഒരു പുഴയുടെ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? അതിന് ഫോട്ടോ കഴിഞ്ഞ ദിവസം നോക്കായിരുന്നു. ഫോട്ടോ വീഡിയോ ഓർമ്മയുണ്ടോ? നമ്മുടെ സൈഡ് എടുക്കാൻ വേണ്ടി ഇതേ വെളിച്ചത്തിൽ ഈ വെളുപ്പാങ്കാലത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്ന് പിക്ക് ചെയ്ത്. അന്ന് ഞാൻ എപ്പോഴും 5 മണിക്ക് അന്ന് ഇഷ്ടത്തൊന്ന് പിക്ക് ചെയ്തേ. അതിന് ഏർലി അവിടെ നമ്മ താഴേക്ക് ഇറങ്ങി പോയില്ലേ. ആ ഇറങ്ങുന്ന സ്ഥലത്ത് ആൾക്കാര് തന്നെ മുന്നേ എടുക്കാനായിട്ടാണ് അത്രയും നേരത്തെ പോയേ. നമ്മളെ 6:30 ഇച്ചന് വീട്ടിൽ നിന്ന് എടുക്കുമ്പോ നല്ല ഇരുട്ടാ. ഭയങ്കര ഇരുട്ടത്ത് എടുക്കണേ. വീട്ടിൽ ഞാൻ നിന്നെ എടുക്കുമ്പോ 5 മണിക്ക് 5 മണിക്കല്ല 4:45 എന്നിട്ട് പപ്പയും മമ്മി മിനിറ്റ് നോക്കി ഇവിടെ 6 മണിക്ക്. ഇതിപ്പോ പെട്ടെന്ന് എത്തി. പക്ഷെ ഇതിപ്പോ നോക്കുമ്പോ 7 മണി 8 മണിയായി ഫീൽ ആയിട്ടുള്ള സമയം ഞാൻ കാണാറില്ല. സ്വാഭാവികം നല്ല ഉറക്കായിരിക്കും. നല്ല വൈബല്ലേ. കാട്ടിലാണെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ഇഷ്ടം. ഞാനൊക്കെ നീ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിട്ട് വർഷങ്ങളായി. പൊള്ളാച്ചിക്ക് ഏറ്റവും അടിപൊളി 41,000 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ബൈക്കിലൊക്കെ ഇങ്ങനെ കിടത്തി പടച്ച പോയാ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ മമ്മി കാണുമ്പോ ടെൻഷൻ അടിക്കണ്ട. 5 വർഷം മുന്നേ ഞാൻ ജീവനോട് 5 അല്ല 10 വർഷം മുന്നേ കോളേജ് പഠിക്കുമ്പോഴാ. അതിരപ്പള്ളി വാട്ടർഫാൾസ് in 1 kilometer. This is അതിരപ്പള്ളി വെള്ളച്ചാട്ടം. നമ്മളൊന്നായിട്ട് അടി വരെ പോയില്ലല്ലോ ഫോട്ടോഷൂട്ടിന്. ഇവിടെ ഇല്ലേ അതിരപ്പള്ളി, ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് ഇതിന്റെ മുകളില്. എന്നിട്ട് തിരിച്ചെന്നപ്പേ ഞങ്ങൾ 2-3 ബൈക്ക് ഉണ്ടായി. എന്റെ ബൈക്ക് ഒഴിച്ച് ബാക്കി 2 ബൈക്കുമേ കൊരങ്ങൻ സീറ്റ് കയറി വലിച്ചു കയറി. ആ നഖം വെച്ചിട്ടേ ഞങ്ങളെ നോക്കുമ്പോ സീറ്റ് കയറിയിരിക്കുന്നത്. ഭാഗ്യത്തിന് എന്റെ ബൈക്ക് മാത്രം കയറിയില്ലേ, എന്തോ ഒരു ഭാഗ്യം. നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ആൻഡ് മുട്ടക്കറി. 7:30 ഫുഡ് കഴിക്കാൻ വന്നാൽ ചായ, ഫുഡ്, കോഫി. അടിപൊളിയല്ലേ? നല്ല ഫോഴ്സില് നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ പോയച്ചു റോഡ് ക്ലീൻ ചെയ്യാൻ പോയതാ. അന്ന് നമ്മൾ വരുമ്പോ ഇവിടെ അന്നോട് നമ്മൾ വരുന്നേ ഇവിടെ വേനൽക്കാലായിരുന്ന പുല്ലൊന്നും ഇവിടെ വണ്ടി ഇടിഞ്ഞൊക്കെ ആയിരുന്നു, ഡ്രൈ ആയിരുന്നു. ഇവിടെ ഞങ്ങൾ പണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കേട്ടിച്ചോ ആ ഫോട്ടോ ഇപ്പൊ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എടുക്കാറുണ്ട്. ഞങ്ങൾ 50-50 കഴിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ അന്ന് വന്നിട്ട് ഇവിടൊക്കെ ഇരുന്ന് കൊറേ നേരം ഇവിടെ ഇവിടെ നമ്മളവിടെ നിന്ന് ഇവിടെ നിറച്ച് ആൾക്കാരുണ്ട്. നമ്മളവിടെ നിന്ന് ആൾക്കാരുള്ളത് തന്നെയാണ് നമ്മൾ നിന്നത്. ആൾക്കാര് ഉണ്ടായിരുന്നു, ഇവിടെ നിന്നു. തിരിച്ചപ്പോ അവിടെ നിന്ന് തിരിച്ചപ്പോ ഇവിടെ നിന്നാണ് ഇവിടെ ഉണ്ടത്. ആ വെള്ളച്ചാട്ടം നല്ല സ്ഥലമാണ്. വീണ്ടും നമ്മള് അന്ന് ആ തേരത്തോട്ട് പോയത് ഓർമ്മയുണ്ടോ? അത് ഇവിടെ നമ്മൾ നിന്ന നമ്മ കുറച്ച് ആൾക്കാർ നിക്കണതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് നിന്നേ. പോയപ്പോ അവിടെ നിന്ന് ആദ്യം വന്നപ്പോ തിരിച്ചപ്പോ അവിടെ നിന്ന് എന്നാ അവിടെ നിന്നിട്ടേ ഞാൻ ഡിറ്റന് മുമ്പ് വെച്ചു. അയ്യേ മുമ്പ് വയ്ക്കാൻ പാടില്ല. പാടും പാടും അങ്ങനെ നീയാളെന്നെ മുമ്പ് വെച്ച് ഞാനല്ലല്ലോ. ഇതൊക്കെ ഡിറ്റ കട്ട് ചെയ്യും. എന്താ ഞാൻ കേട്ടില്ല. ഇവിടെ ഓർമ്മയുണ്ടോ മഴയത്ത് ഇവിടെ നടന്ന്? സത്യം നല്ല അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് മഴയൊക്കെ കൊള്ളേക്ക് എന്നെ മഴ കൊള്ളാൻ സമ്മതിക്കാതെ ഈ വഴി ഇറങ്ങി നടന്നു പോയാ എനിക്ക് മഴ കൊണ്ടപ്പോ ഭയങ്കര എന്തോ ഒരു ഇതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഈ വീഡിയോ ഇത് പറയുമേ എനിക്ക് എല്ലാ പ്രാവശ്യം ഓർമ്മയുണ്ടോ? കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണല്ലോ. അന്ന് ഡിറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചായക്കട, നല്ല തണുത്ത കാറ്റ്, അതൊരു വൈബിനും പറയാം. ചെറുതായിട്ട് മഴയും നല്ല തണുത്ത കാറ്റും പിന്നെ നല്ല ചൂടുകൊണ്ട് ബ്രെഡ് ഓംലെറ്റും ഇതൊക്കെയായിരുന്നു. മുട്ടയും ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നില്ലേ? എന്നിട്ട് നമുക്ക് മഴ കൊള്ളാണ്ടിരിക്കാനായിട്ട് ആംഗിളൊരു കൊടയും തന്നു, ഒരു വലിയ കൊട. ഞങ്ങളുടെ ഒരു കൊടയുണ്ട്, അത് ഞങ്ങളെ പ്രൈവസിക്ക് വലിയ കൊട തന്ന്. ഓർമ്മയുണ്ടാ അന്നിട്ട് ഡ്രസ് ഇടാനല്ലേ? ആ ഡ്രസ് എന്നെ കാണാത്ത കാണാത്തല്ലേ? ഞാൻ ചേച്ചിയോട് ചോദിച്ചതുണ്ടോന്ന് വെച്ചത്. എന്റെ വീട്ടിൽ പോയി തപ്പണേ മുന്നേ ചേച്ചിയുടെ അടുത്തുണ്ടെങ്കിൽ പോയി തപ്പേണ്ട ആവശ്യമില്ലാന്ന് വെച്ചാൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. ചേച്ചിയുടെ അടുത്ത് ഇല്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു. അപ്പൊ എനിക്ക് തപ്പേണ്ട കാര്യം വേണ്ടാന്ന് വെക്കാല്ലോ. അതെന്റെ മമ്മി എന്റെ അടുത്ത് ചോദിച്ചു ആ ഡ്രസ്സ് എവിടെയെന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ശരിയാലോ ആ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ എന്ന്. എന്ത് എല്ലായിടത്തും എത്തുമ്പോ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഈ വഴി കയറി പോവാം. പഴയ ചെക്ക് ഡാം ആയിരിക്കും. എടി നിനക്ക് ധൈര്യം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നടന്ന അവിടുത്തെ വ്യൂ ആണോ?
പക്ഷെ കാറ് പാർക്ക് ചെയ്ത് അവിടെയാണ്. അതിന്റെ ഫ്രണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ പാർക്കൊക്കെ ഉണ്ട്. അവിടെ പാർക്കുണ്ട്. അന്നലെ ഞാൻ പറഞ്ഞ പാർക്കെന്ന് പണി എന്താണ്. ഇവിടെ എന്റെ ഫോട്ടോ ഉണ്ട്, ക്ലാസിക് ഫോട്ടോ. കാണിച്ചാ നീ എടുത്തല്ല, ഞാൻ പിള്ളേരായിട്ട് വന്നായി. അന്ന് ഇച്ചിരി വെള്ളം വീണ് എൻ്റെ കോലം കണ്ട നീ ഞെട്ട്. ഫേസ്ബുക്കിൽ കാണിച്ചു തരാം. നീ കണ്ടിട്ടുണ്ടാ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ? നീ വേണമെങ്കിൽ കൊടുത്തോ. അത് ഇതാണ്, അതിൽ ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. സെയിം തന്നെ നേരത്തെ കണ്ട ഡാം എന്ന് പറയുന്നത് ഷോളയാർ ഡാം. നോ ലൈഫ് വിത്തൗട്ട് വാട്ടർ. സത്യമാണ്. ഓ ഇത് ഇങ്ങനെയുള്ള വറ്റി വരണ്ട്. ഇതാണ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്. അത് അടച്ചിട്ടൊക്കെയല്ല. ഓ ഇത് നൈസ് വ്യൂ. നല്ല വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാവില്ലേ? പക്ഷെ വെള്ളം ഇല്ലാത്തതിനാണ് കുറവുള്ള ഭംഗിയില്ലേ? എടുക്കാട്ടാ. ഇംഗ്ലീഷ് സിനിമയില് കാണിക്കണ പോലെ അടിപൊളി. നൈസ്. പണ്ട് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡാമിന്റെ മുകളിൽ കേറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളന്ന് പോയി പതുകൂടെ വന്നിട്ട് നേരെ പടച്ചു പോയി തുടങ്ങും. നമ്മൾ തെറ്റി പോയി വഴി തെറ്റിയാ. ഇത് പണ്ടത്തെ ബിൽഡിംഗ് ആയിരിക്കും, മണ്ണുണ്ടാക്കിയേ. നൈസ്, നല്ല ക്ലൈമറ്റാ. ബാഞ്ഞി അപ്പുറത്തെ വ്യൂ ആക്കാം. ശരിക്കും ഇത് അവിടെ റിസോർട്ട് ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കില്ലേ? ശരിക്കും വേനൽക്കാലത്ത് വന്നാലേ ഡാമിൻ്റെ അടി കാണാം. ഇനി കുറേ കാലം ഇതിനും താഴെ കാണാം. വെള്ളമുള്ളപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഉള്ളിലേക്ക് തുറന്നുകൊണ്ടാവോ? നമ്മൾ ഡാമിലേക്ക് ഇറങ്ങുന്നു. പേടിക്കണ്ട, മമ്മിക്ക് ഇവിടെ ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്, പാരൻസ്. ഇപ്പോൾ പിള്ളേർ കളിക്കണമല്ലോ. എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് അങ്ങോട്ടേക്കാം. നൈസ്. ഡേറ്റ പണ്ട് ഓർമ്മയുണ്ടായി. ഓടിക്കോ, ഷോർട്സ് എടുക്കാല്ലേ? നൈസ് വ്യൂ അല്ലേ? നല്ല തേയിലത്തോട്ടം, പിന്നെ ഡാം, നല്ല അടിപൊളി പ്രദേശം, വൈബ്. നിന്റെ മറ്റേ കവളത്തിൽ പിടിക്കുന്ന ഫോട്ടോ എടുക്കാം. ഇത് ഡാം, ഇത് പാലം. പാലത്തിൻ്റെ അടിയിൽ കൂടെ ചിലപ്പോൾ നല്ല വെള്ളം നിറച്ചും വെള്ളം വരായിരിക്കും അല്ലേ? റോഡ് നോക്കി അതിൽ കൂടെ ഇങ്ങനൊരു സൈക്കിൾ വെച്ച് അവിടെ വീടുണ്ട് തോന്നുന്നു. അതേ അറ്റത്തൊരു വീടുണ്ട്. ട്രക്കിങ്. ഇതാണ് ഷോളയാർ ഡാം. ഇതാണ് ഏതോ ഒരു പാലം. അമ്പലവും വീടും ഒരുമിച്ച് നോക്കി. അമ്പലത്തിൻ്റെ ബാക്കിലൊരു വീട്. എന്താ അല്ലേ? പിള്ളേർ കളിക്കണമൊക്കെ, അതാണ് വൈബ്. ഇങ്ങനെ പ്ലേ ഗ്രൗണ്ടോ? അവരോട് ഒരു ബാറ്റ് തരാൻ നോക്കി. ഒരു ബാറ്റ് വീട്ടിൽ കൊണ്ടുപോകാനാണോ? അല്ല, ഒരു ബാറ്റ്. ഫുള്ള് ചെക്കന്മാരുള്ള, ഗേൾസ് ആരില്ല നമ്മള്. അങ്ങനല്ല, വേറെ നല്ല അടിപൊളി പ്രകൃതി രമണീയായ ചേച്ചി. നല്ല വൈബ്, നല്ല തണുപ്പുണ്ട് കേട്ടാ. നമുക്ക് തുറന്നിട്ട് നോക്കിയാല് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വൈക്കോളം നടക്കായിരുന്നു. നല്ല സൂപ്പർ. അവിടെ പള്ളിയിലേക്ക് അങ്ങനെയല്ല, അവിടെ നമുക്ക് നിർത്തിയാലോ? ഇവിടെ ബോർഡ് ഉണ്ടാ, നമുക്ക് വായിച്ചോ. നടക്കൂ, ഞാൻ നടക്കട്ടെ, ഇറങ്ങ്. ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് അവിടെ ഇരിക്കാം, നല്ല തണുത്ത കാറ്റിട്ട്. ഇത്ര നല്ല വഴിയുണ്ട് കേട്ടോ, എനിക്ക് വഴി കാണുന്നില്ലേ? അവിടെ എത്തുമ്പോൾ അറിയണ വഴിയുണ്ടോ വഴിയില്ലേന്ന്. വാ, നീ വാടി,
എന്റെ കർത്താവേ, പാമ്പുണ്ട്. എടി അവിടെ വഴിയുണ്ട്, ഇത് പിടിക്കാനുള്ള വഴിയുണ്ട്. ഉണ്ട്. പേടിത്തൊണ്ടിയായ ഡിറ്റ. കമോൺ ഡിറ്റ. എന്താ തൊങ്ങിക്കളി കളിക്കണ? കാലുമ്പ ചെളിയായാ? വെള്ളായാ? ദേ ഇനി ഇത് കൂടെ ദേ നല്ല ഏരിയ. പക്ഷെ ഇവിടെ വൃത്തിയില്ല. ഇത്രയുള്ള കാര്യത്തിന് ഡിറ്റയുടെ പേടി കാണുമ്പോഴെന്നെ പേടിക്കണ. അപ്പൊ ഇവിടെ ഒന്നും ഓടണ്ടേ? അങ്ങനെ കാറിലിരിക്കാൻ പറ്റുള്ളൂ. എടി ഇവിടെ എന്നാ ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. എന്നാലും ഡിറ്റയ്ക്ക് പേടി. ക്രൊക്കഡൈല് തമിഴ്നാട്ടിലില്ല, കേരളത്തിലില്ല. ഇവിടെ മീനുണ്ടോ നോക്കാം. ആർ കമ്മിങ് ബേബി? നോ മീൻ. നല്ല രസം. അല്ല ഡിറ്റ ഇടി വന്നോടി. നീ എന്നെ പേടിപ്പിക്കില്ല. ഞാൻ ഇവിടെ നോക്കാനാ. ഇതൊക്കെ എന്തൊക്കെ വേസ്റ്റ്. ഓ സ്നഗ്ഗി, പ്ലാസ്റ്റിക്, ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പൊളിസ്ഥലാവും. എടി ഇവിടുത്തെ വെള്ളം ടച്ച് ചെയ്ത് നോക്കണോ? വെള്ളം ക്ലിയർ വാട്ടറാ. ഇതാ കിളി. നീ മരത്തുമ്പോ മോള് കിളി. നല്ല തണുത്തല്ലടി. ബാ ബാ അതേന് ബാടാ 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 ബാടാ. പോണില്ല ഇവിടെ നോക്കാനടി. ഫുള്ള് വേസ്റ്റ്. ഏതോ അവിടെ നിന്ന് വാൽപ്പാറേൻ്റെ വേസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ഇതുമ്പോൾ കിടക്കാണ് വെള്ളം വന്നപ്പോൾ. അല്ലെങ്കിൽ നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഈ വേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പൊളി സ്ഥലമാണ്. അല്ല ഡിറ്റേ? ഡിറ്റയ്ക്ക് ഒരു ഡാൻസ് കളിക്കായിരുന്നു, റീലെടുക്കായിരുന്നു. ഞങ്ങളിപ്പോൾ ഏതോ ഒരു വാട്ടർഫോൾ കാണാൻ പോകുന്നു. ചിന്നക്കനാൽ ഡാമാണ്. യെസ്, ഹോൾഡ് ഓൺ, ഒരു ആളെ വിളിക്കണ്ടേ.